എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. आप सभी को फिर से धन्यवाद कहना चाहता हूँ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आप सभी को परमेश्वर आशीषित रखे. നിങ്ങളുടെ സ്നേഹത്തിന്, आपके प्रेम के लिए നിങ്ങളുടെ സഹകരണത്തിന്, और आपके सहभागिता के लिए, ഒരപ്പന് തരുന്ന എല്ലാ ബഹുമാനത്തിനും और एक पिता को जो आदर देते हैं वो सारे आदर को ദൈവം ഏറിയ പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ. और परमेश्वर आपको उस बात के लिए आपका प्रतिफल दे. എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കട്ടെ. सभी रीति में परमेश्वर आपको आशीषित रखे. 24 വർഷം യേശുവിൻ്റെ കൂടെ നടന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി. और 24 साल यीशु मसीह के साथ चला, इसके लिए मुझे एक बात समझ आया है. ഏറ്റവും ധൈര്യത്തോടെ, സുരക്ഷിതത്തോടെ, സന്തോഷത്തോടെ നടക്കാൻ പറ്റുന്ന ഒരു ചുവടുണ്ടെങ്കിൽ അത് യേശുപ്പച്ചൻ്റെ ചുവട്. और अगर धैर्य के साथ, आनंद के साथ और खुशी के साथ किसी के साथ अगर चल सकते हैं तो वो सिर्फ यीशु मसीह के साथ है. നിന്റെ ജീവിതത്തിൽ പേടിക്കാതെ നടക്കാൻ പറ്റുന്ന ഒരു ചുവടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ചുവട്. और बिना डरे अगर किसके साथ आप चल सकते हो तो वो सिर्फ यीशु मसीह के साथ है. ചാരിയിരിക്കാൻ കൊള്ളുന്ന ഏക മാറിട ഉണ്ടെങ്കിൽ അത് എൻ്റെ യേശുപ്പച്ചൻ്റെ മാറിട. और किसी के सीने पर अगर आप सर टेक कर बैठ सकते हो तो वो सिर्फ यीशु मसीह का है. ഓ, ഏത് സമയത്തും കെട്ടിപ്പിടിച്ച് നമ്മളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരിടം ഉണ്ടെങ്കിൽ അത് യേശുപ്പച്ചൻ്റെ കരങ്ങളാണ്. और वो एक ही हाथ है जो यीशु मसीह का है, जो हर वक्त हमें जो गले लगाता है और उसके सीने से हमें लगाए रखता है. ആരുമില്ലാഞ്ഞ സന്ദർഭങ്ങളിൽ എൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒരാളേ ഉള്ളൂ, അത് യേശു കർത്താവ്. और जब भी कोई और मेरे साथ नहीं था तभी भी सिर्फ एक ही व्यक्ति मेरे साथ था, वो है मेरा यीशु मसीह. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒറ്റ വാക്ക് പറയാം. मेरे अनुभव से मैं सिर्फ एक बात आपसे कहना चाहता हूँ. ഇനിയും ഒരു 100 വർഷം ജീവിക്കണമെങ്കിലും എനിക്ക് ആഗ്രഹമാണ് ജീവിക്കാൻ. और अगर 100 साल मुझे जीना हो तो मुझे इच्छा है वो जीने की, കാരണം എനിക്ക് യേശു ഉള്ളതുകൊണ്ട്. क्योंकि मेरे साथ यीशु मसीह है. യേശു ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട. यीशु मसीह नहीं है तो मुझे नहीं जीना. യേശു ഉള്ളതുകൊണ്ട് എത്ര കാലം വേണേലും ജീവിക്കാൻ എനിക്ക് സന്തോഷം. और अगर यीशु मसीह है तो और कितने भी साल में जीने के लिए അത് ഈ तैयार. ഭൂമിയിലാണെങ്കിലും, अगर वो इस धरती में है അത് तो भी, ഉയരത്തിലാണെങ്കിലും, और वो स्वर्ग में है तो भी, ഓ രക്തം ജയം. യേശു നല്ലവൻ. यीशु मसीह भला है. യേശുവിനെ പോലെ നല്ലവൻ വേറെ ആരുമില്ല. और यीशु मसीह की उतना भला और कोई नहीं है. ആ കർത്താവ് നിങ്ങളെയും കൈക്ക് പിടിക്കും. और वो परमेश्वर आपके हाथ को भी धरेगा. എൻ്റെ കൈക്ക് പിടിച്ചെങ്കിൽ അവൻ നിങ്ങളുടെ കൈക്ക് अगर പിടിക്കാതിരിക്കട്ടെ. उसने मेरे हाथ को पकड़ लिया तो आपके हाथ को भी वो पकड़ेगा. കാരണം നിങ്ങളുടെ കൈക്ക് പിടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളെ കർത്താവ് എനിക്ക് തന്ന്. और ये धैर्य है मुझे कि परमेश्वर आपका हाथ को पकड़ेगा, इसके लिए परमेश्वर ने आपको मेरे जिंदगी में, എനിക്ക് ചെയ്യാത്ത ഒന്നും ദൈവം നിങ്ങൾക്ക് ചെയ്യത്തില്ല. जो मेरे लिए नहीं किया परमेश्वर वो आपके लिए भी नहीं करेगा. എനിക്ക് ചെയ്തതെല്ലാം ദൈവം നിങ്ങൾക്ക് पर ചെയ്തിരിക്കും. जो भी परमेश्वर ने मेरे लिए किया है वो सब परमेश्वर आपके लिए भी करेगा. അതിനേക്കാൾ കരുത്തോടെ നിങ്ങൾക്ക് തരും. और उससे भी ज्यादा सामर्थ्य से आपको दिया जाएगा. അതാണ് വചനത്തിന്റെ രക്തം ചെയ്യാം പൊരുള്. और वो है इस वचन का रहस्य. ഞാൻ അനുഭവിച്ചതിനേക്കാൾ കരുത്തോടെ നിങ്ങൾ അനുഭവിക്കും. जो मैंने अनुभव किया उससे भी दुगने रीति में आप अनुभव करोगे. നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. आप उस बात को प्राप्त कर നമുക്ക് पाओगे. ഒരുമിച്ച് ഓടാം. हम एक साथ दौड़ेंगे. നമുക്ക് ഒരുമിച്ച് പിടിച്ചടക്കാം. हम एक साथ कब्जा करेंगे. നമുക്ക് ഒരുമിച്ച് സ്വന്തമാക്കാം. हम एक साथ बातों को विरासत में നമുക്ക് लेंगे. ഒരുമിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് കയറി ചെല്ലാം. हम एक साथ परमेश्वर की उपस्थिति में चलकर जाए. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. परमेश्वर के आगमन के लिए तैयार हो. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीषित रखे. എല്ലാവരും അവിടെ ഇവിടെ ഇരുന്നാട്ടെ. आप सभी अपने जगहों पर बैठ सकते हैं. ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇനിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. अभी एक प्रचार की आवश्यकता है ऐसा मुझे नहीं लगता. തുടക്കത്തിൽ കർത്താവിന്റെ ദാസി പറഞ്ഞ വാക്കെന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. और शुरुआत में परमेश्वर के दासी ने जो वचन कहा वो मुझे बहुत छुआ. അനോഡോമിനി, जो वो शब्द था वो एनाडोमिनी, वो शब्द मुझे അതിന്റെ छुआ. അർത്ഥം എന്താന്നാ പറഞ്ഞേ? उन्होंने हमको बताया कि उसका अर्थ क्या है. എല്ലാവരും പറഞ്ഞോട്ടെ. आप सभी कहिए प्रभु का साल. അങ്ങനല്ലല്ലോ പറഞ്ഞേ. ऐसा नहीं है. हमारा परमेश्वर यीशु मसीह का साल. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വർഷം. हमारा प्रभु यीशु मसीह का साल. അപ്പൊ അതിന്റെ അർത്ഥം, उसका मतलब ഇതെന്റെ വർഷം. ये मेरा साल है. आमीन.
എൻ്റെ കർത്താവിൻ്റെതാണെങ്കിൽ ഇത് എൻ്റെ വർഷമാണ്. अगर ये मेरे परमेश्वर का साल है तो ये मेरा भी साल है. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അതിന് ആ അർത്ഥമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. मेरे जिंदगी भर में मैं अभी तक नहीं जानता था कि वो उस शब्द का अर्थ ऐसा है. നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും. पर हम ये सोचते थे कि बीसी जो है मसीह के पहले का समय और उसके बाद सिर्फ मसीह के बाद का समय. പക്ഷേ ക്രിസ്തുവിന് മുമ്പെന്ന് പറഞ്ഞു പിന്നെ പറയാം ക്രിസ്തുവിൻ്റെ കൂടെ. पर मसीह के पहले कहने के बाद फिर कहते हैं कि मसीह के साथ का समय. ക്രിസ്തുവിന് ശേഷം ഒരു വർഷമില്ല. मसीह के बाद ऐसा एक साल नहीं है, ക്രിസ്തുവിൻ്റെ കൂടെയുള്ളൂ. सिर्फ मसीह के साथ वाला एक साल है. പഴയ നിയമത്തിന് പറ്റിയത് ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റിയില്ല. पुराने करार में जो है वो मसीह को ढूंढ कर निकाल नहीं पाए. ആമേൻ. അക്കൂട്ടത്തിൽ മോശ കണ്ടു, पर मूसा ने देखा, അക്കൂട്ടത്തിൽ ഏലിയാവ് കണ്ടു, पर एलिया ने देखा, അക്കൂട്ടത്തിൽ ദാവീദ് കണ്ടു, दाऊद ने देखा, അക്കൂട്ടത്തിൽ വാഗ്ദത്തത്തിൽ അബ്രഹാം പ്രാപിച്ചു. और वायदा में इब्राहिम ने उसे प्राप्त किया. അവരെല്ലാം ക്രിസ്തുവിന്റെ കൂടെ. वो सब मसीह के साथ है. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അവരെല്ലാം 11-ാം അധ്യായത്തിൽ വന്നു. और इसलिए इब्रानियों के पत्री में वो सब उनके बारे में 11वें अध्याय में लिखा गया है. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തു. हाथों को उठाकर परमेश्वर को महिमा दीजिए. ഇത്ര ശ്രേഷ്ഠകരമായ ഒരു വെളിപ്പാട് ദൈവസഭയ്ക്ക് കൈമാറിയതിന് കർത്താവിന്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യും. और इतना श्रेष्ठ प्रकटीकरण परमेश्वर के कलीसिया को परमेश्वर के दासी के द्वारा जो बांटा गया उसके लिए हम परमेश्वर को धन्यवाद देते हैं. അതുകൊണ്ട് എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പറയണം, इसके लिए हर दिन जब आप उठोगे तब ये बात ഇത് कहना, എന്റെ കർത്താവിന്റെ വർഷമാണ്, ये मेरे परमेश्वर का साल है, ഇത് എന്റെ കർത്താവിന്റെ ദിവസമാണ്, ये मेरे परमेश्वर का दिन है, ഇത് എന്റെ കർത്താവിന്റെ മാസമാണ്, ये मेरे परमेश्वर का महीना എന്റെ है, കർത്താവിന്റെ ആഴ്ചയാണ്, ये मेरे परमेश्वर का हफ्ता ഈ है, സെക്കൻഡിന്റെ കർത്താവിന്റെ. ये सेकंड मेरे परमेश्वर का ഒരു है. സങ്കടം അകത്ത് വരുമ്പോ പറയണം, एक दर्द जब आपके अंदर आता ഓ है, ഇതെന്റെ കർത്താവിന്റെ സമയമാണ്, ये मेरे परमेश्वर का समय है, അതുകൊണ്ട് ഇതെന്റെ സമയമാണ്. इसलिए ये मेरा समय എത്ര है. പേർക്ക് സന്തോഷമുണ്ട്? कितने लोग इस बात से खुश है? ആമേൻ. आमेन आमेन. ഇതെന്റെ കർത്താവിന്റെ വർഷം. ये मेरे परमेश्वर का समय. ആമേൻ. आमेन. തിരുവചനത്തിൽ നിന്ന് 1-2 കാര്യം പറഞ്ഞ് ഞാൻ പ്രസംഗിക്കല്ല, പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. वचन में से 1-2 बातों को कहना चाहता हूँ, प्रचार नहीं करूंगा. 2 പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് ദൈവം ഈ വർഷം തന്നു. इस साल के लिए परमेश्वर ने 2 मुख्य शब्द हमको दिए हैं. ഒന്ന് പ്രാർത്ഥന, एक है प्रार्थना, 2 ഡൊമിനിയൻ, दूसरा है प्रभुता. ആധിപത്യം, കീഴടക്കുക. പ്രഭുത. ഒത്തിരി അർത്ഥങ്ങൾ അതിനുണ്ട്. उस शब्द का बहुत अर्थ है, प्रभुता लेना, कब्जा करना. പ്രാർത്ഥനയെക്കുറിച്ച് ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ദൈവസഭയെ പഠിപ്പിച്ചാൽ, और प्रार्थना के बारे में कुछ समय पहले मैंने कलीसिया को सिखाया था. ഇച്ചിരൂടെ ആഴത്തിൽ നമ്മൾ ഈ വർഷം പഠിക്കും. और इस साल हम उसके बारे में और गहराई में सीखेंगे. കർത്താവിൻ്റെ മകൾ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് തൊട്ടു. और परमेश्वर की दासी ने उस विषय के बारे में कुछ बातें की है हमसे. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി മാനങ്ങളുള്ള ഒരു പുസ്തകമാണ് വേദപുസ്തകം. और परमेश्वर का वचन ऐसा एक पुस्तक है जिसमें प्रार्थना के बारे में बहुत सारे औहदों को या स्तर के बारे में प्रकट किया गया है. ആമേൻ. അതുകൊണ്ട് അത് നമുക്ക് 1 മണിക്കൂറത്തെ പ്രസംഗം കൊണ്ടൊന്നും ഒക്കത്തില്ല. അത് സമയങ്ങൾ എടുത്തു വേണം നമ്മൾ പഠിക്കാൻ. इसके लिए 1 घंटे के प्रचार में हम उसके बारे में पूर्णता में नहीं सीख पाएंगे, पर हम उसको समय लेकर हमको उसके बारे में ഞാൻ सीखना ഒരു होगा. കാര്യം പറയാം. पर एक बात मैं आपसे बांटना चाहता हूँ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റ് അല്ല. हम जो भी विषय के बारे में जो प्रार्थना करते हैं, सच में उन विषयों के बारे में हमको परमेश्वर से प्रार्थना करने की जरूरत ही नहीं है. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതും ലോകം പ്രാർത്ഥിക്കുന്നതും ഒരുപോലെ ആകുക പലതും കേട്ടാൽ. क्योंकि जब हमारे प्रार्थना को सुनेंगे तो ऐसा लगेगा कि दुनिया जिस रीति से प्रार्थना करता है और हम जिस रीति से प्रार्थना करते हैं वो दोनों समान है. നമ്മൾ പണ്ട് അവിടെ ആയിരുന്നു, हम पहले उस स्तर में थे, അവിടെ നിന്ന് ക്രിസ്തുവിലെത്തി. पर उसमें से हम मसीह में प्रवेश किए. പക്ഷെ പ്രാർത്ഥന ഇപ്പോഴും മാറിയിട്ടില്ല. पर अभी भी प्रार्थना का रीति बदला नहीं है. അതേ സ്റ്റൈലിലാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും. और उसी रीति में हम अभी भी प्रार्थना करते हैं. നമ്മൾ ആരെ വിശ്വസിച്ചു എന്നുള്ള ആ തലം നമ്മൾക്ക് ഇപ്പോഴും ബോധമില്ല. और हमने किस पर विश्वास किया है वो स्तर का बोध अभी भी हमारे अंदर स्पष्ट नहीं है. ആമേൻ. आमीन.
നമ്മൾ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ പഠിക്കും. उसके बारे में हम आने वाले दिनों में पढ़ेंगे. ഞാൻ ഇന്ന് ഡൊമിനിയൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. आज जो है प्रभुता के बारे में एक दो बातें मैं आपसे बांटना चाहता हूं. ഈ ലോകം ആരുടെ അധീനതയിലാണ്? ये दुनिया किसके प्रभुता के अधीन में है? दुष्ट के. അതിനൊരു വാക്യം നമുക്കുണ്ട്. और उसके लिए हमारे पास एक वचन है. ഒന്ന് യോഹന്നാൻ यूहन्ना का पहला पत्री 5-ാം അധ്യായം उसका 5वां अध्याय അതിന്റെ 19-ാം വാക്യം. उसका 19वां आयत. हम जानते हैं कि हम परमेश्वर से हैं और सारा संसार उस दुष्ट के वंश में पड़ा है. എനിക്ക് യോഹന്നാനെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം, यूहन्ना मुझे बहुत पसंद है. उसका एक विषय यह है, यूहन्ना ആ വാക്യം ശ്രദ്ധിച്ചു. आपने उस वचन पे ध्यान दीजिए. ആദ്യത്തെ ക്ലോസ് എന്താ പറഞ്ഞത്? उसमें पहला क्या दिया गया है? हम जानते हैं कि हम परमेश्वर നമ്മൾ से हैं. ആരുടേതാ? हम किसके हैं? നമ്മൾ ദൈവത്തിൻ്റെതാ. हम परमेश्वर के हैं. ഈ ലോകം ആരുടേതാ? ये दुनिया किसका है? ദുഷ്ടന്റെ അധീനതയിലാണ്. वो दुष्ट के वंश में पड़ा है. എന്റെ ചോദ്യം, मेरा सवाल, ദുഷ്ടന്റെ കയ്യിലായിരുന്നോ ഇത്? क्या ये संसार पहले से ही दुष्ट के हाथों में था? പിന്നെ ആരുടെയിലായിരുന്നു? फिर ये संसार किसके हाथों में था? പറ, ധൈര്യത്തോടെ പറ. ദൈവത്തിന്റെ കയ്യിലായിരുന്നു. परमेश्वर के हाथों में था. ദൈവം ഇത് ആരുടെ കയ്യിൽ കൊടുത്തു? परमेश्वर ने इसको किसके हाथों में दिया? നോ, ഈ ഭൂമി ആദ്യം കൊടുത്ത ആരുടെയില്ല? ये संसार पहले किसके हाथों में दिया गया था? ദൂതന്റെ കയ്യിൽ. उस दूत के हाथ में, स्वर्गदूत के हाथों में. ആ ദൂതനാണ് പിന്നത്തേതിൽ ലൂസിഫറായി മാറിയത്. और वो स्वर्गदूत फिर जो है वो लूसीफर बन गया. ആമേൻ. आमीन. അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ ആ വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-14 വാക്യം. और इसके बारे में मैंने पहले भी आपको सिखाया था. एजेकिएल का पुस्तक उसका 23वां अध्याय उसका 18वां और 19वां आयत. सॉरी 28 चैप्टर 28 का 13वां आयत. तू परमेश्वर की एदन नाम बारी में था. ആ മതി മതി. അപ്പൊ ദൂതൻ എവിടെ ആയിരുന്നു? वो स्वर्गदूत कहां पर था? एदन में. ഏതെല്ലായിരുന്നു? वो एदन में था. അത് ദൂതനായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് 14-ാം വാക്യം. और वो स्वर्गदूत एदन में था उसका सबूत 14वें आयत में हम देखते हैं. तू छाने वाला अभिषक्त करूब था. मैंने तुझे ऐसा ठहराया कि तू परमेश्वर के पवित्र पर्वत पर रहता था. तू आग सरीखे चमकने वाले मणियों के बीच चलता फिरता था. അപ്പൊ ഇവൻ ആരാണെന്ന് മനസ്സിലായല്ലോ. तो आप समझे कि ये कौन था? ദൂതനാന്നുള്ളതിന് സംശയമില്ലല്ലോ. तो अभी आप में कोई शंका नहीं है कि वो एक स्वर्गदूत ഇവന്റെ था. കയ്യിലായിരുന്നു ആദ്യം എന്തോ? और इसके हाथों में था पहले ഈ ഭൂമി. ये संसार. ഭൂമി അവന് കൊടുത്തിരുന്നു. ये संसार उसके हाथों में दिया था. ആധിപത്യം കൊടുത്തിരുന്നില്ല. पर प्रभुता उसके हाथों में नहीं दिया गया था. ഭൂമിയെ കൊടുത്തു. सिर्फ संसार दिया था. അപ്പോഴും ആധിപത്യം ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. पर तभी भी प्रभुता परमेश्वर के हाथों में था. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? जो मैं कह रहा हूं क्या आप समझ पा रहे हो? ഒരു സ്ഥലം കിട്ടിയത് കൊണ്ട് ആധിപത്യം കിട്ടത്തില്ല. सिर्फ एक जगह मिला, एक स्तर मिला बोल के प्रभुता मिल गई, वो उसका अर्थ नहीं बनता. ദൂതന്മാർക്ക് ആധിപത്യം കൊടുത്തിട്ടില്ല. स्वर्गदूतों को प्रभुता दिया नहीं गया था. അതുകൊണ്ടാ ദൂതന്മാരെ വേദോസം എന്താ പറയുന്നത്? നമ്മുടെ സേവകാത്മാക്കളെന്ന്. इसके लिए स्वर्गदूतों को जो है वो हमारे सेवा करने वाले आत्मा के नाम में उन्हें जाना जाता है. ദൂതന്മാർ ഒരിക്കലും ആധിപത്യമുള്ളവരല്ല. स्वर्गदूत जो है वो कभी प्रभुता रखने वाले लोग नहीं हैं. ഭൂമി അവർക്ക് വസിക്കാൻ കൊടുത്തു. ये धरती जो है उनको निवास करने के लिए दिया गया था. ഭൂമി ആ ദൂതന്റെ കയ്യിൽ ഇരിക്കാൻ കൊടുത്തു. और ये संसार सिर्फ उसके हाथों में दिया गया था.
സ്തോത്രം. അപ്പൊ എന്റെ ചോദ്യം, तो मेरा सवाल, ആധിപത്യം പിന്നെ ആരുടെയില്ല അപ്പോഴും? तो तभी भी प्रभुता किसके हाथों में था? ദൈവത്തിന്റെ. परमेश्वर के हाथों में. ഇപ്പം ദൈവത്തിന്റെ ആധിപത്യം കൊടുക്കാൻ ഉണ്ടാക്കിയ സംവിധാനം എന്താ? तो परमेश्वर अपने प्रभुता को बांट सके, दे सके, उसके लिए बनाया हुआ संविधान क्या था? ശ്രദ്ധിച്ചേക്കണം. ध्यान से सुनिए. ആധിപത്യം സ്വർഗത്തിൽ, प्रभुता जो है वो स्वर्ग में है, ദൈവം ആധിപത്യത്തിന്റെ ഉടമയായി സ്വർഗത്തിൽ. और उस प्रभुता का मालिक बनकर परमेश्वर स्वर्ग में സകല बैठा है. ആധിപത്യവും ദൈവത്തിന്റെ കയ്യിൽ. और सारा प्रभुता परमेश्वर के हाथों में है. ആ സ്വർഗത്തിലെ ആധിപത്യം वो स्वर्ग का प्रभुता ഈ जो है ഭൂമിയിൽ എത്തിക്കണം. वो धरती पर उस प्रभुता को लाना है. ദൈവത്തിന്റെ ആധിപത്യത്തെ परमेश्वर के प्रभुता ഈ को ഭൂമിയിൽ സ്ഥാപിക്കണം. इस धरती पर उसे स्थापित करना है. ദൈവം അതിന് കണ്ടെത്തിയ സംവിധാനമാണ്. और उसके लिए परमेश्वर ने ढूंढ निकाला हुआ संविधान है. ഞാനും നീയും. आप और मैं है वो संविधान, അവന്റെ സ്വരൂപം. परमेश्वर का स्वरूप. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, तो अभी ध्यान देना, ബാക്കി സൃഷ്ടികളല്ല बाकी जो भी सृष्टि थे അവന്റെ ശബ്ദത്താൽ ഉളവായി. वो उसके आवाज के द्वारा उत्पन्न हुए. നമ്മൾ മാത്രം सिर्फ हम ही അവന്റെ കരം കൊണ്ടുളവായി. उसके हाथ के द्वारा सृष्टि किए गए. അതിന്റെ കാരണം എന്താ? उसका कारण क्या സ്വർഗം है? പറഞ്ഞു, परमेश्वर कहता എന്റെ है, ആധിപത്യത്തെ मेरे प्रभुता को, വെക്കാൻ ഒരു വെസൽ ഞാൻ ഉണ്ടാക്കുക. उस प्रभुता को रखने के लिए मैं एक पात्र को बना रहा हूं. आमेन. ഇതുകൊണ്ടാണ് इसलिए യിരെമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ കുശവന്റെ അടുക്കലോട്ട് പോ. यिर्मयाह नबी को कहा गया कि तू कुंभार के उस जगह पर जा. ഇസ്രായേലിനെ നോക്കിട്ട് പറ, നിങ്ങൾ എന്റെ കയ്യിലിരിക്കുക. इस्राएल को देखकर तू कह कि वो मेरे हाथों में है. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച, ഞാൻ അവിടോട്ട് പോകുന്നില്ല, സമയക്കുറപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. समय बहुत कम है, मैं जल्दी आगे बढ़ना चाहता हूं. അപ്പൊ സ്വർഗത്തിലെ അപ്പച്ചൻ तो स्वर्गीय पिता തന്റെ ആധിപത്യത്തെ अपने प्रभुता ഈ को ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ इस धरती पर लाने के लिए, ദൈവം കണ്ടെത്തിയ സംവിധാനമാ മനുഷ്യൻ. मनुष्य वो संविधान है जिसको परमेश्वर ने चुना था. आमेन. അപ്പൊ നമ്മൾ പറയണം, तो हम ये धैर्य से कहे, ദൈവത്തെ परमेश्वर ഈ को ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യാനാ എന്നെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. इस धरती पर परमेश्वर का प्रतिनिधित्व बनने के लिए, परमेश्वर को प्रकट करने के लिए मुझे यह नियुक्त किया गया है. സ്വർഗത്തിൽ ഇരിക്കുന്ന അധികാരത്തെ स्वर्ग में जो अधिकार है അതുപോലെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്താൻ उसी रीति में इस धरती पर उसे प्रकट करने के लिए സ്വർഗത്തിലെ അപ്പച്ചൻ തന്നിരിക്കുന്ന സംവിധാനമാണ് ഞാൻ നീയും. परमेश्वर ने इस धरती को प्रदान किया हुआ संविधान है आप और मैं. ആമേൻ. आमेन. ഇനി നിങ്ങൾ ഉൽപ്പത്തി 1 വരണം. अभी आप उत्पत्ति का पुस्तक उसके पहले अध्याय में आए, ഇതിന്റെ 1 വാക്യം വായിച്ചു. उसके पहले आयत को हम पढ़ेंगे. आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की. സെക്കൻഡ് വാക്യം. दूसरा आयत, और पृथ्वी बैडोल और सुनसान पड़ी थी और गहरे जल के ऊपर अंधियारा था तथा परमेश्वर का आत्मा जल के ऊपर मंडलाता था. ബസ്. ഇപ്പൊ എന്റെ ചോദ്യം, तो मेरा सवाल, ദൂതൻ ഇരിക്കുമ്പോ ഏതൻ വരെ ഉണ്ടെന്നല്ലേ നമ്മൾ വായിച്ചത്? और हमने पढ़ा कि स्वर्गदूत जब था तो वहां पर एदन भी था. तब तक ഈ ദൂതൻ എവിടെ ഇരുന്ന്? ये स्वर्गदूत कहां पर निवास कर रहा था? एदन. वो एदन में निवास അപ്പൊ कर रहा ഭൂമിയിൽ എന്തുവരെ ഉണ്ടായിരുന്നു? था. तो भूमि में तब तक क्या था? ഏതൻ വരെ ഉണ്ടായിരുന്നു. एदन तक था. പക്ഷെ ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? पर यहां पर इस वचन में क्या लिखा गया है? അപ്പൊ അതിന്റെ അർത്ഥം, उसका मतलब ഈ ഭൂമിയിൽ നിന്ന് इस धरती से ദൂതനെ വെട്ടിക്കളഞ്ഞപ്പോൾ जब स्वर्गदूत को काट कर निकाल दिया था, ഇതെല്ലാം ശൂന്യമാക്കിട്ട് അവന് വെട്ടിക്കളഞ്ഞു. ये सब बातों को शून्य कर देने के बाद उसे काट कर फेंक दिया था. उस वचन पर ध्यान ഭൂമി दीजिए. പാഴായി ശൂന്യമായി ഇരുന്നു. और पृथ्वी बेडोल और सुनसान पड़ी थी ആഴത്തിന്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. और गहरे जल के ऊपर अंधेरा था. പക്ഷെ നമ്മൾ യെഹെസ്കേലിൽ വായിക്കുന്നു, पर हम एजेकिएल में पढ़ते हैं, ഈ ദൂതൻ ഇരുന്നിടത്ത് ഏതൻ വരെ ഉണ്ടായിരുന്നു. ये स्वर्गदूत जहां पर था तब तक वहां पर एदन था. അപ്പൊ അതിന്റെ അർത്ഥം, इसका मतलब ദൈവം ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കത്തില്ല. परमेश्वर अपने सृष्टि का नाश नहीं करता. ദൈവം സൃഷ്ടിച്ച ഭൂമി ആകാശവും
परमेश्वर ने धरती और आकाश बनाया, उसका सृष्टि ഉൽപ്പത്തി किया। 1:1 സൃഷ്ടിച്ച ഭൂമി ആകാശത്തിലും അല്ല നമ്മൾ പാർക്കുന്നത്. और उत्पत्ति का पहला अध्याय में जो आकाश और पृथ्वी दिया है, उस पृथ्वी पर नहीं हम रहते थे। നിങ്ങൾ അടുത്ത വാക്യം വായിച്ചേ. उसके दूसरे आयत को हम पढ़ेंगे, और तीसरे आयत को हम पढ़ेंगे। तब परमेश्वर ने कहा उजियाला हो, तो उजियाला हो गया। और परमेश्वर ने उजियाले को देखा कि अच्छा है। അടുത്ത വാക്യം नेक्स्ट वर्स, ഭൂമിയുടെ കാര്യം. 9वां आयत से हम पढ़ेंगे। फिर परमेश्वर ने कहा आकाश के नीचे का जल एक स्थान में इकट्ठा हो जाए और सूखी भूमि दिखाई दे, और वैसा ही हो गया। അപ്പൊ എന്റെ ചോദ്യം, तो मेरा सवाल, ആദ്യത്തെ ഭൂമിയിൽ നിന്ന് पहले के भूमि से വേർതിരിക്കുന്ന ഒരു ഭൂമി ഇപ്പോൾ ഉണ്ടാകുക. और उससे अलग किया गया एक पृथ्वी वहां पर बन रहा है। ആദ്യത്തെ ഭൂമിയുടെ അവസ്ഥ എന്താ? पहले के भूमि का परिस्थिति क्या അതാ था, രണ്ടാം വാക്യത്തിൽ വായിച്ചത്. उसके बारे में हमने दूसरे आयत में पढ़ा। वो बेडोल था, वो शून्य था। പക്ഷേ യഹസ്കേലിൽ പറഞ്ഞു അവിടെ ഏദൻ വരെ ഉണ്ടായിരുന്നു. पर हेजेकिएल में कहा गया है कि वो वहां पर एदन तक था। അപ്പൊ എന്താ ദൈവം ചെയ്തത്? तो परमेश्वर ने क्या किया, ആദ്യത്തെ ഭൂമി ഉണ്ടാക്കി, पहले भूमि को बनाया ദൂതൻ ഇരിക്കാൻ കൊടുത്തു, और स्वर्गदूत को वहां पर निवास ഏദൻ വരെ कराया। ഉണ്ടാക്കി അവന് കൊടുത്തവിടെ. उसको एदन बना कर दिया और वहां पर निवास करवाया। പറഞ്ഞ് മനസ്സിലാവുന്നോ? क्या मैं कह रहा हूं, वो समझ ആ पा रहे हो आप? ഭൂമിയിൽ ഏദൻ വരെ ഉണ്ടാക്കി അവന് കൊടുത്തു. और उसको एदन बना कर दिया और उसको वहां पर निवास कराया। എന്നിട്ട് അവന് നിഗളിച്ചപ്പോൾ, और जब उसके अंदर अहंकार आया, അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞു, इसके लिए नबी ने कहा അരുണാദയ പുത്രനായ ശുക്ര നീ വെട്ടേറ്റ് നിലത്ത് വീണതെന്ത്? और उसके बारे में जो कहा गया है कि तू सूर्य का पुत्र जो है, സാത്താനോട് ചോദിക്കുന്നു നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ? और शैतान को पूछता है कि तू काट खाकर नीचे कैसे गिर गया। यशायाह का पुस्तक 14वां अध्याय उसका 12वां आयत, हे भोर के चमकने वाले तारे, तू क्यों कर आकाश से गिर पड़ा है। ഈ വാക്യം നിങ്ങൾ ആരും മറക്കല്ല. ये वचन आप कोई भी नहीं भूलना। പ്രവാചകൻ സാത്താനോട് ചോദിക്കുക, नबी जो है शैतान से पूछ रहा है, ഹേ അരുണോദയ പുത്രനായ ശുക്ര നീ വെട്ടേറ്റ് നിലത്ത് വീണത് എന്ത്? हे भोर के चमकने वाले तारे, तू क्यों कर आकाश से गिर पड़ा है। അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ? अगला शब्द क्या आपने ध्यान दिया, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. तू जो जाति जाति को हरा देता था। നോക്കെ, ആകാശത്തുനിന്ന് വീണു, आकाश से गिरा ജാതികളെ താഴ്ത്തിക്കളഞ്ഞു, और उसने जातियों को हरा दिया, എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? और वो कैसे काट खाकर भूमि पर गिर गया। ഇത് നമ്മൾ പിന്നീട് പഠിക്കും. इसके बारे में अब फिर सीखेंगे। ഇവൻ വെട്ടേറ്റപ്പോ എവിടെയൊക്കെയാ തകർച്ച ഉണ്ടായെന്ന്. और जब इसको काट गिरा तब वहां पर किस किस बातों में हार आ गया। वहां पे एक शब्द है, ജാതികളെ താഴ്ത്തിക്കളഞ്ഞു. जातियों को उसने हरा दिया। वहां पर അവന് വെട്ടേറ്റപ്പോൾ जब उसको काट लगी, അവിടെ തകർന്ന് താണുപോയത് നമ്മളായിരുന്നു. वहां पर आप और मैं हरा दिए गए थे। ജാതികളെ താഴ്ത്തിക്കളഞ്ഞു. जातियों को हरा दिया गया। അതിനെയാണ് യേശു പൊക്കിക്കൊണ്ടുവന്നത്. उन जातियों को यीशु मसीह ने उठाकर फिर से लाया, അതിന്റെ പേരാ ഡൊമിനിയൻ. और उस बात का नाम है प्रभुता। നമ്മളെ പൊക്കിക്കൊണ്ടുവന്നു. हमको परमेश्वर ने उठाकर फिर से लाया। അതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. और उसके बारे में हम सीखने वाले हैं। വരും ദിവസങ്ങളിൽ അത് പഠിക്കും. आने वाले दिनों में हम उसके നമ്മൾ बारे में എങ്ങനെ सीखेंगे। താണുപോയി, हम कैसे हार കർത്താവ് गए എങ്ങനെ गए നമ്മളെ थे, പൊക്കിക്കൊണ്ടുവന്നു. और परमेश्वर ने हमको कैसे जिता कर लाया। ലേഖനത്തിൽ എഴുതി വെച്ചാൽ ഇരുട്ടിലും അന്ധതമസിലും കടന്നു വരുന്നു. और पत्रियों में लिखा गया है कि हम अंधेरे में और घोर अंधेर में हम जो है निवास कर നമ്മൾ रहे थे। അന്യരും പരദേശികളും എന്ന് എഴുതി. हम जो अन्य और परदेश लोग थे, യേശു കർത്താവ് അതങ്ങ് തിരുത്തി. पर यीशु मसीह ने हमारे उस विधि को लिखकर स्वतः बदल दिया, जन्म। और हमें उसके खुद का जन बना എന്റെ लिया, മക്കൾ अपने संतान बना लिया। വില കൊടുത്ത് വാങ്ങിച്ചത് मैंने दाम देकर खरीदा हुआ लोग, ശരീരം, मेरा शरीर, അവകാശം. मेरा विरासत। കർത്താവ് വിളിച്ചത് വേറെ ചെറിയ പേരൊന്നുമല്ല. परमेश्वर ने हमको जो नाम से पुकारा वो छोटा नाम नहीं है। നമ്മുടെ പേരും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടെ കയറി കളിച്ചാൽ
ഉടനെ എഴുന്നേൽക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. अगर हमारे नाम को लेकर अगर स्वर्ग में कोई आता है तो हमारा परमेश्वर वहां पर हमारे लिए खड़ा हो जाता है. സാക്ഷാൽ പിശാച് അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, और शैतान जब वहां पर जाता है तब यीशु क्या തൊട്ടുപോയ कहता है? कल्ले। उसे छूना അവൻ नहीं, എന്റേതാ. वो मेरा है. ആമേൻ ആമേൻ. आमेन. നമ്മുടെ ഓരോ കുറവുകളും കൊണ്ട് പിശാച് അവിടെ ചെല്ലുന്നു. और हमारे एक एक कमियों को लेकर शैतान वहां पर പക്ഷെ जाता है. നമ്മളെ പിടിച്ച കർത്താവ് അവിടെ നിർത്തുന്നത് എങ്ങനെയാണെന്നറിയോ? पर हमारा परमेश्वर वहां पर हमको कैसे प्रस्तुत करता है? നീതിയുടെ വസ്ത്രം ധരിച്ച്, उसके धार्मिकता के वस्त्र को पहनाकर, കൃപ ധരിപ്പിച്ച്, उसके कृपा को धारण कराकर. आमेन. आमेन. ആ തെളിവ് ഞാൻ തരാം. और वो सबूत मैं आपको देता हूं. യേശു കർത്താവ് ഉപമ പറയുമ്പോ यीशु मसीह जब उदाहरण कहता है, മുടിയൻ പുത്രൻ തിരിച്ചു വരുക, जब वो उड़ाऊ पुत्र लौट कर आता അവന്റെ है, ചേട്ടൻ പറയുന്നു उसका बड़ा भाई कहता ഇവൻ है, ദുർനടപ്പ് ചെയ്തിട്ട് വരിക. ये जो है गलत रास्तों पर चल कर आ रहा है. പഴയ നിയമം അനുസരിച്ച് और पुराने करार के आधार पर ദുർനടപ്പിൽ ഒരുവനെ പിടിച്ചാൽ अगर गलत काम में किसी को पकड़ा അവനെ जाए, കണ്ട കല്ലെറിഞ്ഞു കൊല്ലും. उसे देखते ही उसे पत्थर मार दिया जाता है. ആമേൻ. आमेन. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? ഇവൻ വരുന്ന വഴിയിൽ ये जब लौट कर आ रहा है, ഇവന്റെ ദേശത്തുള്ളവർ ഇവനെ കണ്ടാൽ इसके देश के लोग अगर इसे देखते ഇവനെ हैं, കല്ലെറിയും. इसे पत्थर അപ്പൻ मारेंगे. എന്ത് ചെയ്തെന്നറിയോ? तो पिता ने क्या किया? അപ്പൻ ഓടിപ്പോയി पिता दौड़ कर गया ഇവനെ കെട്ടിപ്പിടിച്ചു. और इसे गले लगा लिया. എന്താ സംഭവിച്ചേ? वहां पर क्या हो അപ്പന്റെ रहा है? വസ്ത്രം ओ पिता का വസ്ത്രത്തിനകത്ത് ഇവനെ പൊതിഞ്ഞു. पिता के वस्त्र में इसे जो है बांध दिया അതിനാണ് गया. യേശു കർത്താവ് പറഞ്ഞേ, तब यीशु ने मत ഞാൻ कहा, നിന്നെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച मेरे धार्मिकता के वस्त्र तुझे पहनाकर, നിന്നെ കല്ലെറിയണ്ടടത്ത് जहां पर तुझे पत्थर मारा ലോകം जाना എന്താ था, കല്ലെറിയാത്ത? दुनिया तुझे पत्थर क्यों नहीं मार रही है? क्योंकि मैंने तुझे बांध लिया എന്റെ है. അപ്പന്റെ നീതിയുടെ വസ്ത്രം मेरे पिता के धार्मिकता के वस्त्र के साथ तुझे घेर लिया है. പബ്ലിക്കിന് മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോ എങ്ങനെയാണെന്നറിയോ? और जब पब्लिक के सामने उसे प्रस्तुत किया तो कैसे किया गया? സ്പെഷ്യൽ മോതിരം അവന്റെ കയ്യിൽ. उसके पास एक खास जो है अंगूठा, उसके पास एक खास चप्पल था, സ്പെഷ്യൽ വസ്ത്രം അവന്റെ उसके पास एक खास अंगी था. ഒരു പുതിയ മകനെ പ്രസന്റ് ചെയ്യുന്ന പോലെ. एक नए पुत्रों को वहां पर प्रस्तुत किया गया. कितने लोग समझ पा रहे हैं? आमेन. आमेन. പഴയൊരു മകനെ അല്ല പ്രസന്റ് ചെയ്യുന്നത്. वहां पर एक पुराने पुत्र को नहीं प्रस्तुत कर रहे. ഒരു മകൻ ഓൾറെഡി ആ വീട്ടിലുണ്ട്. पहले से ही उस घर में एक पुत्र है. അവന്റെ വിരലിൽ ഇല്ലാത്ത മോതിരം ഇവന്റെ വിരലിൽ. उसके हाथ में जो अंगूठा नहीं है, वो अभी इसके अंगूठी नहीं है, वो इसके हाथ में दिया गया है. അവൻ ഇടാത്ത ചെരുപ്പിപ്പോ ഇവന്റെ കയ്യിൽ. और उसके पास जो चप्पल नहीं है अभी, वो उसके पैरों पर है. അവൻ ധരിക്കാത്ത വസ്ത്രം ഇവന്റെ മേൽ. जो अंगी उसके ऊपर नहीं, वो अभी इस पुत्र के ऊपर है. അവൻ ഇല്ലാത്ത മുറി ഇവന്. अभी जो कमरा उसको नहीं दिया गया था, वो इस उड़ाऊ पुत्र को दिया. ഇതാണ് യേശു കർത്താവ് കാൽവറി നമുക്ക് വേണ്ടി ഒരുക്കിയത്. कलवरी पर यीशु मसीह ने हमारे लिए यही तैयार किया, ഓ യഹൂദന്മാർക്കില്ലാത്തത്, जो यहूदी लोगों को नहीं था. പഴയ നിയമ ഭക്തന്മാർക്കില്ലാത്ത വീട്, पुराने करार के भक्तों को जो नहीं दिया गया हुआ घर, അവർക്കില്ലാത്ത വസ്ത്രം, वो जो अंगी जो उनको नहीं दिया गया, അവർക്കില്ലാത്ത പദവി, और जो औदा उनको नहीं दिया गया, അവർക്കില്ലാത്ത അവകാശം, और जो अधिकार उनको नहीं दिया गया, ജാതികളായ നമുക്ക് ലഭിച്ചെന്ന്. हम जो जाति थे हमको वो प्राप्त हुआ. അതിന്റെ പേര് പുത്രത്വം. और उसका नाम है पुत्रता. ആമേൻ ആമേൻ. നമ്മൾ അത് പിന്നീട് പഠിക്കും. और हम इसके बारे में फिर सीखेंगे. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് और अभी ध्यान दीजिए, ഇവിടെ എന്താ സംഭവിച്ചേ? यहाँ पर क्या हुआ? ആദ്യത്തെ ഭൂമി पहला पृथ्वी जो था, ഏദൻ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. और उसके अंदर एदन वाटिका था पहले से. അവിടെ ഒരുവൻ वहां पर एक व्यक्ति, ദൈവത്തെ ധിക്കരിച്ചപ്പോൾ, उसने जब परमेश्वर का तिरस्कार किया, ദൈവത്തോട് മത്സരിച്ചപ്പോൾ, जब वो परमेश्वर के प्रति लड़ाई സ്വർഗം करने ചെയ്ത लगा, പരിപാടി എന്താണെന്നറിയോ? परमेश्वर ने क्या किया पता है? അവന് കൊടുത്തതെല്ലാം തിരിച്ചെടുത്തു. जो भी उसको दिया गया था वो सब उससे फिर से ले എന്നിട്ട് लिया, അവനെ വെട്ടിക്കളഞ്ഞു. और फिर उसे काट कर वहां से निकाल दिया. അവനെ വെട്ടിക്കളഞ്ഞപ്പോൾ जब उसे काट कर फेंक ആ दिया ഭൂമി गया, നോക്കിട്ട് പറയാ, और उस धरती पर देखकर परमेश्वर ये कहता पाया। है, ये अभी जो है बेडोल है, शून्य में। ये शून्य है, ഇത് ഇരുള. इसके अंदर जो है अंधकार है, കാരണം മൊത്തം എടുത്തു. क्योंकि सब कुछ वहां से निकाल दिया गया. എന്നിട്ട് ഓരോന്നവൻ ഓരോ ദിവസം തിരിച്ചു തരിക. और फिर हर एक दिन वो हर एक चीजों को परमेश्वर लौटा कर दे रहा है. ആമേൻ. आमेन. മൂലഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരാം. उसके जो है रूट वर्ड जो है നിങ്ങളെല്ലാം उसके बारे में हम ശ്രദ്ധിച്ചോ? सीखेंगे. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. वहां पर लिखा है कि परमेश्वर ने ऐलान किया वो वहां पर बन जाए. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ
वहां पर हो जाए, वहां पर हो जाए। മൂലഭാഷയിൽ വരട്ടെ 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 എന്ന് കൽപ്പിച്ചെന്ന്. पर जो है हम उसके रूट वर्ड को जब हम पढ़ेंगे तब वहां ऐसा है कि वो आ जाने दो, वो आ जाने दो। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब ഉണ്ടായിരുന്നതൊന്ന് जो एक बना हुआ था, തിരിച്ചു വരട്ടെ എന്നാ പറയുന്നത്. परमेश्वर कहता है कि वो लौट कर आ जाए। പണ്ട് ദൂതന്റെ വേൾഡിൽ ഉണ്ടായിരുന്നത് जो स्वर्ग दूत के पृथ्वी में था, ഇപ്പോൾ अभी രക്തം ചെയ്ത് ദൈവം ഒരു ക്രിയേറ്റ് ചെയ്ത വേൾഡിലോട്ട് ഇറങ്ങി വരിക. और परमेश्वर ने सृष्टि किया, एक धरती पर परमेश्वर उतर कर आ रहा है। ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡിലോട്ട്. और ऐसे एक सृष्टि में वहां पर जहां पर पुनः सृष्टि किया गया था। എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? क्यों पता है? നമുക്ക് വേണ്ടിയിട്ട്. हमारे लिए। എന്തിന്? किस बात के लिए? സ്വർഗത്തിലെ അപ്പച്ചനിൽ ഇരുന്ന ആധിപത്യം स्वर्गीय पिता के पास जो प्रभुता था അതിനെ ഭൂമിയിൽ കൊണ്ടുവരണം. और उसे इस धरती पर लाना है। അതിനെ ഭൂമിയിൽ കൊണ്ടുവരണമെങ്കിൽ उसे अगर धरती पर लाना എന്നെ है, ഇവിടെ കൊണ്ടുവരണം. मुझे यहाँ पर लाना എന്നെ होगा। ഇവിടെ കൊണ്ടുവരണം. मुझे यहाँ पर अगर लाना है, ഇടത്തല്ല കൊണ്ടുവരുന്നത്. और जहां पर बेडोल जगह है वहां पर नहीं ला ശൂന്യമായ सकते। ഇടത്തല്ല കൊണ്ടുവരുന്നത്. शून्य जगह पर मुझे नहीं ला सकते। ഇടത്താ കൊണ്ടുവരുന്നത്. भराव जहां पर है वहां पर ही मुझे ला सकते हैं। ആമേൻ. आमेन। എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? അതാ നമ്മുടെ കർത്താവ് ചെയ്തത്. वही हमारे परमेश्वर ने हमारे लिए किया। ഇടത്തോട്ടല്ല കൊണ്ടുവരുന്നത്. हमें जो है बेडोल जगह पर യേശു नहीं കർത്താവ് लाया। എന്താ ചെയ്തത്? यीशु मसीह ने क्या किया? കാൽവറിയിൽ कलवरी पर സകലതും തിരിച്ചു പിടിച്ചു. सभी बातों को फिर से पकड़ लिया അതിനകത്തോട്ടാ നമ്മളെ കൊണ്ടുവന്നത്. और उन बातों के अंदर हमको प्रवेश ഒന്നും करवाया। ബാലൻസ് വെച്ചില്ല. कोई भी बातों को अपूर्ण नहीं छोड़ा, सभी बातों को उत्पन्न किया, സകലതും തിരിച്ചു പിടിച്ചു. सभी बातों को फिर से पकड़ लिया। उसके अंदर കർത്താവായ യേശു ക്രിസ്തു परमेश्वर यीशु നമ്മളെ मसीह കൊണ്ടുവരിക. हमें फिर से ला रहा है। ഇവിടെ നമ്മളെല്ലാം അനുഭവിച്ചാ മതി. यहाँ पर हमको सब बातों को सिर्फ നമ്മളെ अनुभव create करना ചെയ്യേണ്ട है। ആവശ്യമില്ല. हमको सृष्टि करने का जरूरत नहीं है, ഉളവാക്കേണ്ട ആവശ്യമില്ല. उत्पन्न करने का जरूरत नहीं है। ആമേൻ. എല്ലാം അങ്ങ് പ്രാപിച്ചാ മതി. हमको सिर्फ सब बातों को प्राप्त करना है। ആമേൻ. आमेन। നമ്മൾ ഇതിലോട്ടാ വരാൻ പോകുന്നത്. इन बातों के बारे में हम सीखने वाले हैं। ഇതൊരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിടുക. ये सिर्फ एक इंट्रोडक्शन में आपको दे रहा അപ്പൊ हूं, നിങ്ങൾ ശ്രദ്ധിക്കുക. तो आप ध्यान देना। ഉൽപ്പത്തിയിൽ उत्पत्ति में ദൈവം परमेश्वर രക്ഷം തന്റെ ആധിപത്യത്തെ उसके प्रभुता को ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ इस धरती पर लाने के നമ്മളെ लिए സൃഷ്ടിച്ചു. हमको उसका हमारा सृष्टि ആ किया। വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. वो वचन को पढ़ेंगे और फिर हम समाप्त 1:26 करेंगे। 26. उत्पत्ति का पुस्तक पहला अध्याय उसका 26वां आयत हम पढ़ेंगे। फिर परमेश्वर ने कहा, हम मनुष्य को अपने स्वरूप के अनुसार अपनी समानता में बनाए और वे समुद्र के मछलियों और आकाश के पक्षियों और घरेलू पशुओं और सारी पृथ्वी पर और सब रेंगने वाले जंतुओं पर जो पृथ्वी पर रेंगते हैं अधिकार रखे। അപ്പൊ എന്റെ ചോദ്യം, तो मेरा सवाल, ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്ന ये सब कहां पर था? നേരത്തെ? पहले ये ആരുടെ വേൾഡിൽ? ये किसके धरती पर था? ദൂതന്റെ വേൾഡിൽ. स्वर्गदूत के पृथ्वी पर था ये അവൻ सब। ഇതൊന്നും വാഴാൻ അധികാരം കൊടുത്തില്ല. पर इस पे सब प्रभुता करने का अधिकार उसे नहीं दिया गया। പക്ഷെ മനുഷ്യന്റെ കൊടുത്തപ്പോ पर जब मनुष्य के हाथों में सौंपा സകലത്തിനെ गया, വാഴാനുള്ള അധികാരം കൊടുത്തു. सभी बातों के ऊपर प्रभुता सगले करने का लोगों ने अधिकार कीड़िलाकी। दिया। सब उसके अधीन में कर दिया। ദൂതന് കൊടുത്തപ്പോ जब स्वर्गदूत को दिया गया, ഇതൊന്നും അവന്റെ കീഴിലാക്കിയില്ല. ये सब उसके अधीनता में नहीं था। അതുകൊണ്ട് അത് ദൈവം തിരിച്ചെടുത്തു. इसके लिए परमेश्वर ने वो फिर से എന്നിട്ട് ले അവനെ लिया उसे വെട്ടിക്കളഞ്ഞു. और उसे काट कर निकाल दिया। പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കാം, पर यहाँ पर आप देखिए, സകലതിനെ സൃഷ്ടിച്ചിട്ട് सब बातों को सृष्टि किया മനുഷ്യനെ കൊണ്ടുവന്നു. और मनुष्य को लाया സകലതും മനുഷ്യന്റെ കീഴിലാക്കി. और सभी बातों को मनुष्य के अधीन में ഇതാണ് लाया। ദൈവത്തിന്റെ സംവിധാനം. ये है परमेश्वर का संविधान। അതുകൊണ്ടാണ് ദൈവം ഈ വർഷം പറയുന്നത്, इसके लिए परमेश्वर हमसे ये साल कहता है, നിന്റെ കാൽ ചോട്ടി വരണം. सब तेरे पैर के नीचे आना है, സകലതും സഭയുടെ ചോട്ടി വരണം. सब कलीसिया के पैरों तले आना है। സഭ ഉണ്ടാകുന്നതിന് മുമ്പ് कलीसिया बनने से पहले സകലതും ക്രിസ്തു തന്റെ കാൽ ചോട്ടി കൊണ്ടു. सभी बातों को मसीह ने अपने पैरों तले लाया। ഓ സകലതും കർത്താവ് കാൽ ചോട്ടിൽ. सब परमेश्वर ने पैरों के नीचे लाया। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? ഒന്നാമത്തെ ആദം വരുന്നതിന് മുമ്പ് पहले आदम आने से पहले സകലതും സൃഷ്ടിച്ചിട്ട് सब बातों का सृष्टि करके അവന്റെ കാൽ ചോട്ടി കൊണ്ടു. आदम के पैरों के नीचे लाया। ഒരിക്കത്തെ ആദം വന്നപ്പോ और जब अंत का आदम आया, ക്രിസ്തുവിന്റെ കാൽ ചോട്ടി കൊണ്ടു. सब मसीह के पैरों के नीचे लाया സഭയ്ക്ക് കൊടുത്തു. और वो कलीसिया को दिया गया। അവർക്ക് മനസ്സിലാകുന്നു ഇത്? कितने लोग समझ पा रहे ഇപ്പോൾ हैं? നമ്മൾ अभी हम ക്രിസ്തുവിന്റെ കാൽ ചോട്ടിൽ വന്നതല്ല, मसीह के पैरों में जो भी सब आया നമ്മളേതാക്കി, वो हमारा अपना कर, നമ്മുടെ സ്വന്തമാക്കി. वो हमने अपना എന്റെ लिया है। ദൈവം ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. परमेश्वर ने वो हमारे ऊपर उंडेल दिया है। आमेन। ആദം ഉണ്ടാകുന്നതിന് മുമ്പ് आदम बनने से पहले സകലതിനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു.
सभी बातों को परमेश्वर ने लौटा कर लाया, സകലതും सभी बातों को। ദൂതന്റെ ലോകത്തിലുണ്ടായിരുന്ന സകലതും स्वर्गदूत के पृथ्वी में जो भी था वो सभी बातों को അത് എവിടെ കൊണ്ടുവന്നു? कहां पर लाया? ആദമിന്റെ കാൽ ചോട്ടിക്കൊണ്ടു. आदम के पैरों के नीचे लाया। അങ്ങനെയാണ് ആദമിൽ ആരംഭിക്കുന്നത്. और वैसे वो सारी बातें ആ आदम में शुरुआत ആദമാണ് हुई। എല്ലാം തകർത്തത്. और वो आदम ने सभी बातों का नाश कर ആ दिया। ആദമാണ് എല്ലാം നശിപ്പിച്ചത്. और वो आदम ने सभी बातों പക്ഷേ का നിങ്ങൾ नाश कर നോക്കുക. दिया। पर आप याद देखिए, ഒടുക്കത്തെ ഒരു ആദം, यहाँ पर एक अंत आदम था, അവന്റെ പേരത്ര കർത്താവായ യേശു ക്രിസ്തു. उसका नाम प्रभु यीशु मसीह। അവൻ വന്ന് वो आया സകലതും അവന്റെ കാൽ കീഴാക്കി. और सभी बातें उसके पैरों के नीचे लाया। എന്നിട്ട് എന്തെടുത്തു? और फिर क्या किया? സഭ എന്ന് പറയുന്നതിനെ ജനിപ്പിച്ചു. और कलीसिया संविधान को परमेश्वर ने जन्म दिया। സഭ എന്ന് പറയുന്ന സംവിധാനത്തെ ജനിപ്പിച്ചു. और कलीसिया इस संविधान को परमेश्वर ने जन्म दिया। ഒടുക്കത്തെ ആദമാരാ? तो ये अंत का आदम कौन है? ആരാ? कौन है? ക്രിസ്തു, यीशु मसीह। യേശു കർത്താവ് यीशु मसीह മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ചെന്നു. वो मरकर जो है गाड़ा गया, जी उठा, वो स्वर्ग में गया। പിതാവായ ദൈവം എന്താ പറഞ്ഞെന്നറിയോ? और पिता परमेश्वर ने क्या कहा है पता है? നിന്റെ ശത്രുവിനെ നിന്റെ പാതപീഠമാക്കോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. तेरे शत्रु को तेरे पैरों तले लाने तक तू मेरे दाहिने और बैठ। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब പാതപീഠത്തിലാക്കേണ്ട ഒരു ഗ്രൂപ്പ് ഇവിടെ കിടപ്പുണ്ട്. तेरे पैरों के तले आने का एक झुंड अभी भी बचा है। അതിന്റെ പേരത്ര സഭ. और उस झुंड का नाम है कलीसिया। ആമേൻ. आमीन। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब കർത്താവ് പിടിച്ചടക്കിയത് മുഴുവനും परमेश्वर ने जो भी बातों को कब्जा कर लिया कीड़ड़कान। और उसके ऊपर कब्जा प्रभुता ഒരു करने के लिए, സഭ ഡോംബുലിൽ എഴുന്നേക്കണം. और उसके लिए डोंबिवली में एक कलीसिया उठ खड़ा होना है। ഒരു സഭ മഹാരാഷ്ട്രയിൽ എഴുന്നേക്കണം. और वैसा एक कलीसिया महाराष्ट्र में खड़ा ഒരു होना है। സഭ ഇന്ത്യയിൽ എഴുന്നേക്കണം. वैसा एक कलीसिया भारत में खड़ा होना है। പിശാചിനെ കീഴടക്കാൻ, शैतान के ऊपर कब्जा അവൻ करने वाला। അധീനമാക്കിയത് और കീഴടക്കാൻ. अब उसने जो भी प्रभुता किया उसको सब पर अधीन लाने के लिए। ഓ മൈറ്റി ജീസസ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. एक बात कहकर मैं समाप्त करना चाहूंगा। പിശാച് അധീനതയിലാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? और ये शैतान ने अधीनता में लाया, उसका अर्थ क्या है पता है? ഈ ബൈബിളിൽ എങ്ങും ये बाइबल में कहीं भी ഒരധികാരവും ഒരാധിപത്യവും പിശാചിന് കൊടുത്തിട്ടില്ല. कोई भी अधिकार या कोई भी प्रभुता शैतान को दिया नहीं गया था। ഒരിടത്തും ഇല്ല. कहीं पर भी हम പക്ഷെ नहीं देख ഇവൻ सकते। അങ്ങ് ആവശ്യപ്പെടുക, पर ये शैतान अपने आप कहता है ഇതല്ല എന്റെ. ये सब मेरा है। എന്താ സംഭവം എന്നറിയോ? क्या है वहां पर पता നിങ്ങൾക്ക് है? മനസ്സിലാകാൻ ഒരു കൊച്ചു ഉദാഹരണം തന്നെ അവസാനിപ്പിക്കും. और उसके लिए एक उदाहरण देकर मैं समाप्त करूंगा। പിശാചിന് ഈ ലോകത്തിന്റെ മേൽ ആധിപത്യം ഇല്ല. शैतान को इस धरती के ऊपर प्रभुता नहीं है। ഈ ലോകത്തിന്റെ മേൽ അധീനതയേ ഉള്ളൂ. उसको सिर्फ इस धरती के ऊपर अधीनता है। അതിന്റെ കാരണം എന്നറിയോ? उसका कारण क्या है? ഈ ലോകം എടുത്തു തന്ന നമ്മുടെ കയ്യില്. ये धरती, ये संसार जो है परमेश्वर ने हमारे हाथों में दिया था। ആദം ഇത് റെന്റിന് കൊടുത്തു. आदम ने ये जो है किराए में दे दिया। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ पा रहे हैं? ആദം ഇത് റെന്റിന് കൊടുത്തു. आदम ने जो है इस संसार को किराए में दे दिया। ആദം വന്നപ്പോ और जब अंत का आदम आया റെന്റിന് മേടിച്ചവൻ और जिसने इस संसार को किराए में लिया था, ഒടുക്കത്തെ ആദമിനോട് പറയുക, वो अंत के आदम से कहता है ഇത് മുഴുവൻ എന്റെയാണ്. ये सब मेरा है। പിടിയിടുന്നു. क्या आप समझ पा रहे हो? കാൽവറിയിലോട്ട് കയറിയിട്ട് പറഞ്ഞു, कलवरी पर यीशु चढ़कर कहता തലയ്ക്ക് है, ഔട്ടിയാന്ന് പറഞ്ഞു. उसके सिर को कुचल कर कहा, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. निकल कर जा इस संसार से। ഇതെന്റെ സഭയുടേതാ. ये मेरे कलीसिया का है। ഇതെന്റെ സഭയുടെ. ये मेरे कलीसिया का है। സഭയ്ക്ക് കൊടുത്തു. ये कलीसिया को दिया गया। आमेन, आमेन। സഭയ്ക്ക് കൊടുത്തു. ये कलीसिया को दिया है നിന്നെ സഭയിൽ, और आपको कलीसिया में रखा। ശരീരമാകുന്ന സഭയിൽ. जो कलीसिया, जो परमेश्वर का शरीर है। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ पा रहे हो? ഇപ്പൊ യോഹന്നാൻ പറയുക, तो यूहन्ना कहता है ഇപ്പോഴും അവൻ അധീനതയിൽ. अभी भी वो अधीनता में है। അതിന്റെ കാരണം എന്താ? उसका कारण क्या है? 18 വാക്യം കൂടെ, 1 യോഹന്നാൻ 5:18. ഞാൻ നിർത്തുന്നു. यूहन्ना का पहला पत्री, उसका 5वां अध्याय, उसका 18वां आयत। हम जानते हैं कि जो कोई परमेश्वर से उत्पन्न हुआ है वह पाप नहीं करता। जो परमेश्वर से उत्पन्न हुआ उसे वह बचाए रखता है और वह दुष्ट उसे छूने नहीं पाता।
ദുഷ്ടന് തൊടാൻ പറ്റത്തില്ല. उसे दुष्ट छू नहीं पाता. कौन नहीं छू सकता? किसको नहीं छू सकता? जो परमेश्वर से उत्पन्न हुआ है. യേശുക്രിസ്തുവിൽ ജനിച്ചവനെ ആർക്കും ദുഷ്ടന് തൊടാൻ പറ്റത്തില്ല. जो यीशु मसीह में जन्म लिए हैं उनको दुष्ट छू नहीं सकता. പക്ഷേ യേശുക്രിസ്തു ജനിച്ചെന്ന് പറഞ്ഞ പറ്റത്തില്ല. അവിടെ ഒരു ക്ലോസ് ഉണ്ട്. वहां पर हम ऐसे ही नहीं कह सकते कि यीशु मसीह ने जन्म लिए, पर वहां पर एक क्लॉज दिया गया है, वह पाप नहीं करता. वह पाप नहीं करता. അടുത്ത ക്ലോസ് നോക്ക്. और अगला एक क्लॉज भी है, जो परमेश्वर से उत्पन्न हुआ उसे वह बचाए रखता है. ഒന്ന്, पहला क्लॉज, പാപം ചെയ്യുന്നില്ല. वो पाप नहीं രണ്ട്, करता തന്നെത്താൻ സൂക്ഷിക്കുന്നു. और वह अपने आप को बचाए रखता है. ഇവരാ സഭ. ये झुंड है कलीसिया. ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവൻ, जो मसीह में जन्म लिए, പാപം ചെയ്യാത്തവൻ, जो पाप नहीं करते തന്നെ തന്നെ സൂക്ഷിക്കുന്നു. और जो अपने आप को बचाए रखते हैं, ഇവന്റെ പേരാ സഭ. इनका नाम है कलीसिया. അവനെ ദുഷ്ടൻ തൊടത്തില്ല. और उन्हें दुष्ट छू नहीं सकता. അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब, ദൈവത്തിൽ നിന്ന് ജനിച്ച നീ आप जो परमेश्वर में उत्पन्न हुए, പാപം ചെയ്താൽ, अगर आप पाप करते हो, നിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ अगर आप अपने आप को बचाए नहीं रखते, आपको कौन छुएगा? ദുഷ്ടൻ നിന്നെ തൊടും. दुष्ट आपको छुएगा. ദുഷ്ടൻ നിന്നെ തൊട്ടാൽ अगर दुष्ट आपको छू അവൻ लेगा ആദ്യം പിടിച്ചെടുക്കുന്നത് तो वो पहले जो आपसे छीन लेता है, നിന്റെ അകത്തിരിക്കുന്ന അധികാരമാണ്. वो आपके अंदर आया हुआ अधिकार को छीन लेता है. അതുകൊണ്ടാ പറഞ്ഞേ, इसके लिए आपको कहा गया, ദുഷ്ടന്റെ അധീനതയില ये दुष्ट के अधीनता में. സഭ എവിടെ തോക്കുന്നു कलीसिया जहां पर हार मान അവിടെ जाता है, ദുഷ്ടന്റെ അധീനതയില. वहां पर दुष्ट अधीनता സഭ लेता है. തോക്കാൻ വേണ്ടിയുള്ളതല്ല, कलीसिया हार मानने के लिए नहीं है, സഭ ജയിക്കാനുള്ളതാ. पर कलीसिया विजयी होकर चलने അതുകൊണ്ട് के लिए है. ഇന്ന് പകല് നമ്മൾ വിളിച്ചു പറയുന്നു, इसके लिए आज सुबह हम ऐलान करते हैं, ഡോംബോലി പിശാചിന്റെ നമ്മൾ തിരിച്ചു പിടിക്കും. डोंबिवली हम शैतान के अधीनता से फिर से ले लेंगे. ADMC പിശാചിന്റെ നമ്മൾ തിരിച്ചു പിടിക്കും. ADMC शैतान के हाथ से हम फिर से ले लेंगे. താനെ പിശാചിന്റെ നമ്മൾ തിരിച്ചു പിടിക്കും. थाने हम शैतान के हाथों से फिर से ले लेंगे. ഓ, മഹാരാഷ്ട്ര പിശാചിന്റെ പിടിച്ചു പിടിച്ചു. महाराष्ट्र हम शैतान के हाथों से फिर से ले लेंगे. ഇന്ത്യ പിശാചിന്റെ തിരിച്ചു പിടിക്കും. भारत को हम शैतान के हाथों से फिर से ले लेंगे. ക്രിസ്തുവിന്റെ നന്മ, मसीह की भलाई, ക്രിസ്തുവിന്റെ അനുഗ്രഹം, मसीह का आशीष, ക്രിസ്തുവിന്റെ കൃപ, मसीह का कृपा, ക്രിസ്തുവിന്റെ നീതി, मसीह का धार्मिकता, അത് വസിക്കേണ്ട ഇടമായത്. और वो निवास करने का स्थान है. ये എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ये लोग समझ पा रहे हैं. ये बात ധൈര്യത്തോടെ വിളിച്ചു പറ, धैर्य से कहिए, ദുഷ്ട ഇത് നിന്റേതല്ല, दुष्ट ये तेरा नहीं है, ആധിപത്യം എന്റേതാ. प्रभुता मेरे हाथ में है, ആധിപത്യം प्रभुता എനിക്കാ. मेरे हाथ में है. ദൈവം എനിക്ക് ആധിപത്യം തന്നെ. परमेश्वर ने मुझे प्रभुता दिया है. അധീനതയിൽ വെച്ചിരിക്കുന്നവൻ ഇറങ്ങിപ്പോ. जो अधीनता में लेकर बैठा है तो निकल നിന്റെ जा. സമയം കഴിഞ്ഞു. मेरा समय खत्म हो चुका है. 2022 2022 അധീനതയുടെ അവസാനം, वो जो अधीनता में है उसका ആധിപത്യത്തിന്റെ ഓ രക്തം ജയം, ഓ ആരംഭം. प्रभुता का शुरुआत हो रहा है. അധീനതയിൽ ഇരിക്കുന്നവൻ പുറത്താകുന്ന വർഷം. और ये वो साल है जो अधीनता में बैठा है वो बाहर निकाला जा रहा है. ആധിപത്യം സ്ഥാപിക്കുന്നവൻ കയറി ഭരണം തുടങ്ങുന്ന വർഷം. जो प्रभुता में स्थापित किया है वो अधिकार में कार्य करने का साल है ये. ആമേൻ. आमेन आमेन. എത്ര പേര് വിശ്വസിക്കുന്നു? कितने लोग इस बात को विश्वास എന്റെ करते हैं? വീട്ടിനകത്തുനിന്ന് मेरे घर के अंदर से അധീനതയിൽ ഇരിക്കുന്നവനെ ഞാൻ പുറത്താക്കും. जो अधीनता में बैठा है उसे मैं बाहर निकाल देता हूँ. എന്റെ വീട്ടിൽ मेरे घर में ഇനി ഒരു അധീന ശക്തിക്ക് അവകാശമില്ല. कोई भी अधीनता रखने वाले सामर्थ का कोई इजाजत जो है अनुमति नहीं है. എന്റെ ഈ വേൾഡിൽ मेरे इस संसार में ദൈവം എനിക്ക് തന്ന ഈ കാലഘട്ടത്തിൽ मेरे परमेश्वर ने मुझे दिया हुआ इस ഞാൻ साल ഈ में ആയിരിക്കുന്ന ഇടത്ത് मैं इस जगह पर जो हूँ, ഓ പിശാചിന്റെ അധീനതയ്ക്ക് ഇനി അവകാശമില്ല. शैतान की अधीनता को कोई भी अधिकार नहीं है वहां पर. ആധിപത്യം ദൈവം എനിക്കാ തന്നേക്കും. क्योंकि प्रभुता मेरे हाथों में ഞാൻ दिया എന്റെ गया है. വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കാൻ പോവാ. मैं मेरे घर में प्रभुता को स्थापित ഞാൻ करूंगा. ആയിരിക്കുന്നിടത്ത് എന്റെ ആധിപത്യം സ്ഥാപിക്കാൻ मैं പോവാ. जहां पर रहता हूं वहां पर मेरे प्रभुता എന്റെ को മേൽ स्थापित ഒരു ആധിപത്യം ഉണ്ട്. करूंगा. मेरे ऊपर एक प्रभुता है. സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ആധിപത്യം प्रभुता जो स्वर्ग से आया है ഞാൻ സ്ഥാപിക്കാൻ പോവാ. मैं उसे स्थापित എന്റെ करने वाला हूं. ഫാമിലി ലൈഫിൽ, मेरे पारिवारिक जीवन में, ഓ എന്റെ തലമുറയുടെ മേൽ, मेरे बच्चों के ഓ ऊपर, എന്റെ സമ്പത്തിന്റെ മേൽ, मेरे संपत्ति के എന്റെ ऊपर, ജീവിത അനുഭവങ്ങളുടെ മേൽ, मेरे जिंदगी के अनुभवों के സകലത്തിന്റെ ऊपर,
മേലും सभी के ऊपर ദൈവം തന്ന അധികാരം परमेश्वर ने दिया हुआ ഞാൻ അത് अधिकार സ്ഥാപിക്കാൻ പോവാ. मैं उसे स्थापित करने वाला हूँ. എന്റെ മേൽ വേറൊന്നിനും ഇനി അധികാരമില്ല. मेरे ऊपर कोई और बात को अधिकार ഞാൻ नहीं है. ആയിരിക്കുന്നിടത്ത് मैं जहाँ पर हूँ ഒന്നിനും ഇനി അധികാരമില്ല. कोई और चीज को अधिकार नहीं है. ഇതെന്റെ ഇയർ ഓഫ് ഡൊമീനിയനാ. ये मेरा प्रभुता का साल ഞാൻ ഈ है. വർഷം ആരംഭിക്കുക. मैं ये साल का शुरुआत कर रहा ഹേ हूँ. പിശാചേ, हे शैतान നീ കണ്ടോ, तू देख ले ഇതാ പുതിയൊരു സീസൺ തുടങ്ങുന്നു. ये एक नए जमाने का നീ शुरुआत ഇതുവരെ हो रहा है. കണ്ടിട്ടില്ലാത്ത, तूने नहीं देखा हुआ ऐसा. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത तूने नहीं देखा हुआ ഒരു ऐसा. സീസൺ തുടങ്ങുക. ऐसा एक जमाने का നീ शुरुआत ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ तूने नहीं देखा हुआ ऐसा. ഞാൻ എഴുന്നേൽക്കുന്ന വർഷമായത്. मैं खड़ा होने का साल ഞാൻ है ये. ഭരണം തുടങ്ങുന്ന വർഷമായത്. मेरा प्रभुता शुरुआत होने का साल है ये. കീഴടക്കുന്ന വർഷമായത്. मैं कब्जा करने का साल है എന്റെ ये. മേലുള്ള അധികാരം मेरे ऊपर जो ഞാൻ अधिकार है ഓപ്പറേറ്റ് ചെയ്യുന്ന വർഷമായത്. मैं कार्य में लाऊंगा वैसा एक साल है ये. ജഗതന വാ തുറന്ന് പറഞ്ഞാട്ടെ. आपके मुंह को खोल कर പിശാച് धैर्य से അത് कहिए. കേൾക്കട്ടെ. शैतान आपकी आवाज നീ को सुने. അധികാരിയെന്ന് आप हो अधिकार. പിശാച് കേൾക്കട്ടെ. शैतान उस बात को सुने. നിനക്ക് അധികാരമെന്ന് आपके पास अधिकार पिशाच है. കേൾക്കട്ടെ. शैतान उस बात को सुन ले. ജഗതന സ്വർഗത്തിലെ അധികാരം स्वर्ग का അത് अधिकार നിന്റെ മേല. वो आपके അപ്പൊ ऊपर है. നിന്റെ ശബ്ദത്തിനാ तो आपके आवाज में കരുത്ത് കൂടുതൽ, सामर्थ्य है. പിശാചിന്റെ ശബ്ദത്തിനല്ല. शैतान के आवाज में सामर्थ्य नहीं है. അവന്റെ മുകളിൽ उसके ऊपर ഇന്ന് പകലിൽ നിന്റെ ശബ്ദം വരട്ടെ. आपका आवाज आज सुबह गूंजे. ആധിപത്യത്തിന്റെ ശബ്ദം जो है प्रभुता का आवाज, പുറത്തു പോകാൻ അവനോട് കൽപ്പിക്കുക. उसको बाहर जाने के लिए आप ऐलान करें. നിനക്ക് ഇവിടെ എന്താ കാര്യം ചോദിര്. आप उससे पूछे तुझे यहाँ पर क्या काम है. എന്റെ വീട്ടിൽ मेरे घर में, ഞാൻ പാർക്കുന്നിടത്ത് मैं ഞാൻ जगह पर रहता ആയിരിക്കുന്ന हूँ. ദേശത്ത് मैं जिस देश में रहता പിശാച് हूँ. നിനക്ക് എന്താ കാര്യം? शैतान तुझे क्या काम है. നിനക്ക് ഒരു അവകാശവും ഇല്ല. तुझे कोई अधिकार नहीं है. ഇത് എന്റെ മെട്രോണാ. ये मेरा क्षेत्र है. ഇവിടെ ഞാനാണ് അധികാരി. यहाँ पर मैं अधिकारी ഇവിടെ हूँ. ഞാനാണ് ഭരിക്കുന്നത്. यहाँ पर मैं प्रभुता करता हूँ. സകലത്തിനെയും ഭരിക്കാൻ ദൈവം എന്നെ ആക്കിയിരിക്കുക. और सभी बातों पर प्रभुता करने के लिए परमेश्वर ने मुझे नियुक्त किया है. എല്ലാ കണ്ണുകളും അടച്ചേ सभी अपने आंखों को बंद करें പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. और प्रार्थना कर शुरुआत നിങ്ങളെ करें. അസ്വസ്ഥമാക്കുന്ന വിഷയം ഏതുണ്ടോ आपको ऐसे कौन से विषय है जो आपको अस्वस्थ कर അതിന്റെ देते മേൽ हैं? ഇന്ന് പകൽ നീ ഭരണം തുടങ്ങിക്കോ. आज सुबह उसके ऊपर आप प्रभुता का शुरुआत करें. വിളിച്ചു പറ. आप मुंह से ऐलान करें, ഓ ധൈര്യത്തോടെ പറ. धैर्य से ऐलान करें. ഒരു സ്വപ്നവും कोई भी सपना എന്നെ അസ്വസ്ഥമാക്കാൻ കഴിയത്തില്ല. मुझे अस्वस्थ नहीं कर सकता. ഒരു ഞെരുക്കങ്ങളും कोई भी कमियां എന്നെ അസ്വസ്ഥമാക്കാൻ കഴിയും. मुझे अस्वस्थ नहीं कर सकते. ഒരു മേഖലയിലും कोई भी स्तरों में ഇനി എന്നെ അസ്വസ്ഥമാക്കാൻ കഴിയത്തില്ല. मुझे तो अस्वस्थ नहीं कर सकता. കാരണം അധികാരം എനിക്ക് ദൈവം തന്നിരിക്കുക. क्योंकि अधिकार परमेश्वर ने मुझे दिया. എന്റെ മേൽ അവൻ അധികാരം തന്നിരിക്കുക. मेरे ऊपर परमेश्वर ने अधिकार दिया. ഫേക്ക് അധികാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിശാച് ഇറങ്ങിപ്പോ. झूठा अधिकार का ऐलान करने वाले शैतान तू निकल जा. ഒറിജിനൽ അധികാരം എന്റെ മേൽ. क्योंकि सच्चा अधिकार मेरे ऊपर നീ है. എന്നെ ഒന്ന് നോക്കിക്കേ. तू मुझे एक बार ഈ देख. രൂപം കണ്ടോ? इस रूप को तू ഇത് ആരുടെ देखा? രൂപാന്നറിയോ? मुझे पता है ये किसका എന്റെ रूप അപ്പന്റെ है. രൂപ. ये मेरे पिता का रूप നീ है. അതിനകത്തോട്ട് നോക്ക്. तू उसके अंदर ഇതിനകത്തൊരു അധികാരമുണ്ട്. उसके अंदर एक अधिकार है. ആ അധികാരം ഏതാന്നറിയോ? वो अधिकार कौन सा പണ്ട് है നീ पता സ്വർഗത്തിൽ है? വെച്ച് കണ്ടത്. जो है पहले जो ने तूने स्वर्ग में देखा നീ था. സ്വർഗത്തിൽ അടുത്തിരുന്ന് കണ്ടൊരു അധികാരം ഉണ്ടല്ലോ. एक अधिकार है जो तू स्वर्ग के करीब रुक ഇപ്പൊ कर देखा. നോക്ക്. अभी देख, അതിപ്പോ എന്റെ वो അകത്തിരിപ്പുണ്ട്. अभी मेरे अंदर है. നീ പിതാവിന്റെ അടുക്കൽ तू पिता के पास ദൂതനായിട്ടിരുന്നപ്പോ स्वर्गदूत बनकर जब നേരിട്ട് बैठा, കണ്ടോണ്ടിരുന്ന അധികാരം जो अधिकार तू आमने सामने देखता ഇപ്പൊ था. നോക്കിക്കേ. अभी देख, ആ സെയിം അധികാരം वो सेम ഈ अधिकार മൺകൂടാരത്തിരിപ്പുണ്ട്. वो इस जो है मिट्टी के पात्र के अंदर है. ഇതിനകത്തിരിപ്പുണ്ട്. इसके अंदर നീ है. നോക്ക്. देख, ഇവിടുന്ന ഭരണം വരാൻ പോകുന്നത്. इसके अंदर से प्रभुता आने वाली നീ है. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭരണം. अभी तक तूने नहीं देखा हुआ നീ ऐसा ഇതുവരെ अधिकार. കണ്ടിട്ടില്ലാത്തൊരു तूने ഭരണം. अभी तक नहीं देखा हुआ एक ഇതിനകത്തുനിന്ന് अधिकार പുറത്തു വരാൻ പോവാ. इसके अंदर से प्रकट होने നീ वाला है. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു तूने അധികാരം अभी तक नहीं देखा हुआ प्रभुता ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പോവാ. इसके अंदर से बाहर आने वाला है. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. सभी प्रार्थना വായ്കളെ करें. തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. मुंह को खोलकर प्रार्थना ഇത് करें. യാചിക്കേണ്ട സമയമല്ല. ये जो है याचना करने ഇത് का समय नहीं കൽപ്പിക്കേണ്ട है, സമയം. पर ये ऐलान करने का ഇത് समय. കൽപ്പിക്ക. ये आप ऐलान करें. കൽപ്പിച്ചാട്ടെ. आप ऐलान करें. ഓ റാബാലബ ഹതുര ജഗദന. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, തൃക്കരത്തിൽ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. आपके हाथों में इस बच्चों को समर्पित करता हूँ. കർത്താവേ, परमेश्वर, അധീനതയിലാന്നും പറഞ്ഞുകൊണ്ട് വന്ന് കളിപ്പിച്ച് കയറിയിരിക്കുന്നവനെ ഞങ്ങൾ ഈ പകലിൽ അടിച്ചു പുറത്താക്കുന്നു. जो है झूठ कहकर, जो अधीनता में है ऐसा कहकर जो भी आकर हमारी जिंदगी में बैठा है उसे हम बाहर निकाल देते हैं. അവനെ പുറത്താക്കുന്നു. उसे हम बाहर निकालते हैं. ഞങ്ങൾക്ക് നീ തന്ന സ്വാതന്ത്ര്യത്തിൽ, आपने जो स्वतंत्रता हमको दिया है, ആ സ്വാതന്ത്ര്യത്തിൽ और उस स्वतंत्रता में
ഞങ്ങൾ ഞങ്ങളുടെ ദേശത്ത് പറക്കാൻ പോവാ. हम हमारे देश में निवास करने वाले हैं. ഞങ്ങൾക്ക് തന്ന സന്തോഷം, आपने जो आनंद हमको दिया, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം, आपने जो समाधान हमको ഞങ്ങൾക്ക് दिया, തന്നിരിക്കുന്ന നന്മ, आपने जो भलाई हमको ഞങ്ങൾക്ക് दी, തന്നിരിക്കുന്ന അനുഗ്രഹം आपने जो आशीष हमको दिया है, ഒന്നിനെയും തൊടാൻ उन किसी बात को भी ഒരു छूने का ശക്തിക്കും കഴിയത്തില്ല. कोई भी शक्ति को उसका सामर्थ्य नहीं है. അതിനെ രക്തം അതിന്റെ മുഴുബലത്തോട് ഉപയോഗിക്കാൻ उसके पूर्ण बल में उपयोग करने के लिए ഞങ്ങളുടെ മേൽ തന്ന അധികാരത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. और उसके लिए हमारे ऊपर जो अधिकार दिया उसके लिए हम धन्यवाद देते പ്രാർത്ഥന ഘട്ടത്തിന് നന്ദി. हैं. प्रार्थना सुना इसके लिए धन्यवाद. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में ആമേൻ. आमेन आमेन ആമേൻ. आमेन आमेन. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, पिता परमेश्वर का प्रेम, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, पुत्र यीशु मसीह का कृपा പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ और पवित्र आत्मा की संगति എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. सभी के साथ बना रहे. ആമേൻ. आमेन आमेन. ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. जय दिया हुआ परमेश्वर को महिमा देंगे. God bless you all.